ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹൈ പ്രോട്ടീൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് വെയിറ്റ് ലൂസ് ചെയ്യാനവർക്കൊക്കെ നല്ലതായിട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ രാത്രി ഡിന്നറിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ് കേട്ടോ റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ വന്നിരിക്കുന്നത് ബേസൻ്റെ ചീലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ സോയാ ചങ്ക്സ് 40 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് ഞാനൊന്ന് ഇതുപോലെ ഒരു തള വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം നല്ലതായിട്ട് പിഴിഞ്ഞ് കളയണേ. വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 100 ഗ്രാം നമുക്കാണെങ്കിൽ ബേസൻ എടുക്കണം. ബേസനിൽ കടലപ്പൊടി ഇല്ലേ നമ്മുടെ, അത് 100 ഗ്രാം എടുക്കണേ. അപ്പോൾ അതായത് ഇതുപോലെ അളന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ 250 ml കപ്പിന് മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അര കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം ആയി കിട്ടും നമുക്ക്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ നമ്മൾ സോയാ ചങ്ക്സ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി നമുക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് 2-3 പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കണം. 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസി എത്ര കഴിക്കുകയാണെങ്കിൽ അതനുസരിച്ച് വേണം ആഡ് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ചാട്ട് മസാലയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒത്തിരി ലൂസായിട്ട് ആയി പോകാതെ സൂക്ഷിക്കണേ. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് വേറെ എടുത്തും പിന്നെ വെജിറ്റബിൾ വേറെ എടുത്തും അങ്ങനെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ കാണാനൊരു ലുക്ക് വരത്തില്ല. അതുകൊണ്ട് മീഡിയം തിക്നെസ്സിൽ വേണേ റെഡിയാക്കി എടുക്കാനായിട്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെയാണെങ്കിൽ നല്ല അടിപൊളി റെസിപ്പിയാകുന്നത് കേട്ടോ. നല്ലതായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല യമ്മി റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയത്. അപ്പോൾ നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അന്നേരം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അയൺ പാനില്ലേ അതാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഒരു ഇച്ചിരി ഓയിൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഞാൻ ഈ ബ്രഷ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഇച്ചിരി കട്ടിയത്തോടെ വേണേ പരത്തി കൊടുക്കാൻ. സൈഡൊക്കെ നന്നായിട്ട് കട്ടി കുറച്ച് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഒരു സൈഡ് മേളിലൊക്കെ ഡ്രൈ ആയി വരുവാണെങ്കിൽ കുറച്ച് ബ്രഷും കൊണ്ട് എണ്ണയും തടവി കൊടുക്കാം. വേണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മറിച്ചിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടെ അതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചില്ല കേട്ടോ, വീഡിയോ ആണെങ്കിൽ മൊബൈൽ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ട് സ്കിപ്പായി പോയതാണ്. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഫ്രണ്ട്സ്, എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ എന്തോ പറ്റി വീഡിയോസൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. തിരക്കായതുകൊണ്ടാകട്ടോ വീഡിയോസൊന്നും ഇടാൻ ഇച്ചിരി സമയം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്നെ അറിയിച്ചാൽ മതി കേട്ടോ. സെയിം ആ റെസിപ്പി തന്നെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് വരുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ കനം കുറച്ച് നന്നായിട്ട് എല്ലാ സൈഡിൽ കൂടെ ഒരുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ വേവാൻ ഇച്ചിരി സമയം എടുക്കും, കടലപ്പൊടി ഇല്ലയോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേവിക്കണം കേട്ടോ ഇത്. അപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞാൽ മറിച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മറിച്ച സൈഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പോ ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ ഒരു ബൗൾ നമുക്ക് തൈരിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാം കേട്ടോ. ഞാൻ തൈരിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് തൈരിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുവാണെങ്കിൽ പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.